ഹലോ, ഒരു പ്രധാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജ്മെന്റാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സഫാരി റിട്രീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, ഷോപ്പിംഗ് മാൾ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള റോ മെറ്റീരിയൽസിന് ഇൻപുട്ട് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തുകൊണ്ട് ഒറീസ ഹൈക്കോർട്ടിൽ ചീഫ് കമ്മീഷണർ ഓഫ് GSTക്കെതിരെ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. ഒറീസ ഹൈക്കോർട്ട് സഫാരി കൺസ്ട്രക്ഷന് ഫേവറബിളായി ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കി. ആ ജഡ്ജ്മെന്റിന് എതിരായി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സുപ്രീം കോർട്ടിൽ ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തു. സുപ്രീം കോർട്ട് കുറച്ച് ഗ്രൗണ്ട്സ് കണ്ടെത്തി. അതെന്താണെന്ന് വെച്ചാൽ, ഷോപ്പിംഗ് മാൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അതിലത്തെ റൂമുകളെല്ലാം വാടകയ്ക്ക് കൊടുത്ത് റെന്റ് സഫാരി കൺസ്ട്രക്ഷന് കിട്ടാനാണ്. സഫാരി കൺസ്ട്രക്ഷൻസ് റെന്റിന് GST അടയ്ക്കുന്നതാണ്. ആ പുതിയ റവന്യൂ, അതായത് റെന്റ്, അത് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി മാത്രമാണ് ഈ റൂമുകൾ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ വാദം എന്താണെന്ന് വെച്ചാൽ, ഈ റൂമുകൾ പണിതത് അത് ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനുള്ള റോ മെറ്റീരിയൽസിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നതല്ല. അത് സെക്ഷൻ 17 പ്രകാരം ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ല. കാരണം ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എലിജിബിൾ ആണ്. താങ്ക് യു.